ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. നല്ല പച്ചമാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് അച്ചാറുണ്ടാക്കി നോക്കിക്കോളും. പിന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെ അച്ചാറുണ്ടാക്കുള്ളൂ. അത്രയും നല്ല കിഡിലും ടേസ്റ്റാണ് ഈ അച്ചാറിന്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ, എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാർ തയ്യാറാക്കാമെന്ന്. പച്ചമാങ്ങ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. പാൻ ചൂടായതിന് ശേഷം ഒരു പിടി വറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഒരു പിടി ഉലുവയും കടുകും ഇതേ പാനിലിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത വറ്റൽ മുളകും കടുകും ഉലുവയും ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വറുത്ത് പൊടിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിയും ഉപ്പുമൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഉണ്ടായിട്ടില്ലേ, അപ്പോൾ വെറുതെ ഇരുന്ന് വെള്ളം ഇറക്കാതെ വേഗം ഓടിപ്പോയിട്ട് ഉണ്ടായിക്കോളും ഈ ഒരു മാങ്ങാച്ചാർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.